dear aspirants, welcome back to EasyPod. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നുള്ളതെന്ന് വെച്ചാൽ ഒരു JEE അല്ലെങ്കിൽ അതൊക്കെ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ട ഒരു റിവിഷൻ ഹാക്കാണ് ആക്ച്വലി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചതൊക്കെ മറക്കുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ റീഡിങ് നോട്ട് റിപ്പീറ്റഡ്ലി, അതായത് ചുമ്മാ ഇങ്ങനെ പാസീവായിട്ട് നമ്മുടെ നോട്ട്സ് ഇങ്ങനെ വായിക്കുന്നു, അല്ലെങ്കിൽ ഹൈലൈറ്റിങ് നമ്മുടെ ബുക്ക് മൊത്തം, അതായത് നമ്മുടെ നോട്ട്സോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആവട്ടെ മുഴുവൻ ഒരു പെയിൻ്റ് അടിച്ച രൂപത്തിലേക്ക് മൊത്തം കളർ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി വീണ്ടും വീണ്ടും കണ്ട വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കാണുക, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിന് തന്നെ പല പല വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഇത് ആക്ച്വലി ഈ മൂന്ന് കാര്യങ്ങളും ഒന്നും നമുക്ക് ഒരു ഗ്രോത്ത് തരുമോ എന്ന് വെച്ചാൽ ഒരു പോയിന്റിലധികം നമുക്ക് ആക്ച്വലി ആ ഒരു ഗ്രോത്ത് തരാനും പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മൾ പഠിച്ചതൊക്കെ ആക്ച്വലി പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ പഠിച്ചത് പലതും നമ്മൾ ആക്ച്വലി പെട്ടെന്ന് മറന്നു പോകും എന്നുള്ളതാണ് ദി റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കൊരു റെക്കഗ്നേഷൻ തരും എന്നല്ലാതെ ആ ഒരു റീകോൾ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാവില്ല. ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടത് ആ ഒരു റീകോളിങ് എബിലിറ്റിയാണ് ആക്ച്വലി ഒരു JEE സ്റ്റുഡൻസ് ഒക്കെ ആക്ച്വലി വേണ്ടത്. സോ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആക്ച്വലി ഞാൻ ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ചെയ്യാൻ ആ ഒരു വിലയുടെ തുമ്പിൽ എൻ്റെ എത്തുന്നുണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലേക്കായിരിക്കും ആക്ച്വലി എത്തിച്ചേരുക. അപ്പോൾ ബട്ട് കാൺ സോൾവ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റൂല. ദെൻ ആക്റ്റീവ് റീകോൾ മെത്തേഡ്. ആക്റ്റീവ് റീകോൾ മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട് ബുക്ക് ക്ലോസ് ചെയ്ത് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് മൈൻഡിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ഷീറ്റൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒന്ന് അതെടുത്ത് നോട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഓരോ സാധനങ്ങളും റൈറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ D&F ബ്ലോക്ക് എലമെൻസിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം എന്താണ് പഠിച്ചിട്ടുള്ളത്? ആദ്യം ഞാൻ പഠിച്ചിട്ടുള്ളത് വാട്ട് ഈസ് F ബ്ലോക്ക് എലമെൻസ് എന്നാണ്. അതിനുശേഷം എന്താണ് പഠിച്ചിട്ടുള്ളത്? ട്രാൻസിഷൻ എലമെൻറ്റുകൾ, സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റുകൾ, അങ്ങനെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇനി എവിടെയാണ് സ്റ്റക്കാണ് ആ ഭാഗം എടുത്ത് നോക്കുക. ഇനി അതിലെന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, ആ ഇനീഷ്യൽ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ നോക്കുക. അപ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ അതിലെന്തൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത്, അതായത് ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതാണ് ആക്ച്വലി എന്ത് ചെയ്യുക, റിട്രീവൽ പ്രാക്ടീസ്. നമ്മളിപ്പോൾ മിയറായിട്ട് ചുമ്മാ പോയിട്ട് ഒരു 30 മിനിറ്റ്സ് ഇങ്ങനെ പാസീവായിട്ട് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നോട്ട് ബുക്കോ വായിക്കുന്നതിലും ബെറ്റർ ആവുക ആക്ച്വലി ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ റിവിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് നോട്ട് വായിക്കുന്നതിനേക്കാൾ ഭയങ്കര അടിപൊളിയായിരിക്കും ആക്ച്വലി നമ്മളിങ്ങനെ എഴുതി നോക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിൽ തന്നെ ആ ഒരു കുളോംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലകൾ, എന്താണ് ചാർജ് പ്ലേറ്റ് വെക്കുമ്പോഴുള്ള ഫോർമുല, അല്ലാതെ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ വെക്കുമ്പോഴുള്ള ഫോർമുല എന്താണെന്നൊക്കെ ആലോചിച്ച് നോക്കലായിരിക്കും ആക്ച്വലി അടിപൊളിയാവുക എന്നുള്ളത്. ദെൻ കമ്മിങ്സ് ടു സ്പേസ്ഡ് റെപ്പീറ്റേഷൻ. അതായത് ആക്റ്റീവ് റീകോളും സ്പേസ്ഡ് റെപ്പീറ്റേഷനും നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മറക്കില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ആ ഒരു 1 3 7 15 ആ ഒരു റൂൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ റിവൈസ് നമുക്കൊരു ടൈം ആക്ച്വലി നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 30 മിനിറ്റ് എടുക്കാൻ റിവൈസ് ചെയ്ത സാധനം എന്ന് പറയുന്നത് പിന്നെ അത് നമ്മൾ 3rd ഡേ വീണ്ടും റിവൈസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അതിനൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റേ വേണ്ട വരുള്ളൂ. പിന്നെ അത് 5th ഡേയും കൂടെ അല്ലെങ്കിൽ 7th ഡേയും കൂടെ നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കതിന് 20 വേണ്ട വരില്ല, ഒരു 10 to 15 മിനിറ്റ്സിൽ ഒതുക്കാൻ പറ്റും. അങ്ങനെ പയ്യെ നമുക്ക് റിവിഷൻ്റെ കൗണ്ടും കൂട്ടാൻ ആക്ച്വലി ഈ ഒരു സാധനം നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. സോ റിമെമ്പർ മോർ ആൻഡ് റിവൈസ് ലെസ് എന്നുള്ളത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ എല്ലാ സബ്ജക്റ്റുകളും ആക്ച്വലി ഒരുപോലെയല്ല റിവൈസ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ കെമിസ്ട്രി JEEയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒരുപോലെ. കാരണം ഫിസിക്സിൽ നമുക്ക് ഒരുപാട് ഫോർമുലാസ് ഉണ്ടാവും, അത് ബേസ്ഡ് ഒരുപാട് PYQs ഉണ്ടാവും, നമ്മൾ ന്യൂമറിക്കൽ സോൾവിങ് എബിലിറ്റി ആക്ച്വലി ആർജിച്ചെടുക്കേണ്ട ഒരു സാധനവും കൂടെ ഉണ്ട്. പക്ഷേ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് NCERTയും റിയാക്ഷൻസും എക്സെപ്ഷൻസും ഒക്കെയാണ് ആക്ച്വലി. NCERT നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി മാറ്റിയെടുത്താൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറച്ചുകൂടെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് ഓർഗാനിക്കലും ഇനോർഗാനിക്കലും ആ ഒരു റിയാക്ഷൻസും സാധനങ്ങളും മെക്കാനിസവും ഒക്കെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഏതാണ്ട് ഒരു 80 to 90% ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഫോർമുലാസും ഡെയിലി ക്വസ്റ്റ്യൻസും ആ ഒരു എറർ ലോഗൊക്കെ നോക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഡെയിലി ആയിട്ടുള്ള ഡിസിപ്ലിനാണ്. അതായത് 30 മിനിറ്റ് ഡെയിലി റിവിഷൻ സിസ്റ്റം. അതായത് അതിലൊരു 10 മിനിറ്റ് ഇപ്പോൾ നമ്മളൊരു ഫോർമുല റിവിഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ആ ഒരു റിവൈസ് ചെയ്ത ഫോർമുലാസിൻ്റെ ആക്റ്റീവ് റീകോളിനും
ബാക്കി ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ അധികം വരും. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഫോർമുല റിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പേജുള്ള ഫോർമുലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്നും എടുക്കില്ല. അപ്പം നിങ്ങൾക്കത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ ഫ്ലെക്സിബിൾ ആണ് ആക്ച്വലി, പേഴ്സൺ ബൈ പേഴ്സൺ ആക്ച്വലി ഇതൊക്കെ മാറും. എങ്കിൽ പോലും ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു കുറച്ച് മിസ്റ്റേക്ക് പറ്റിയ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഫോർമുലയും ആക്റ്റീവ് റീകോളും എന്നുള്ള രീതിയിൽ നിങ്ങളൊരു 30 മിനിറ്റ്സ് കൊണ്ട് മാക്സിമം തീർക്കാൻ ശ്രമിക്കുക. ഇനീഷ്യൽ ഡേയ്സിൽ ഒരു പക്ഷേ അത് പറ്റിക്കോളുന്നില്ല, പക്ഷേ ടൈം ബൈ ടൈം എടുത്തുകൊണ്ട് തന്നെ ഡേ ബൈ ഡേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ പറ്റിക്കോളും. കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ മിസ്റ്റേക്ക് ബുക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക്, അതായത് ആപ്ലിക്കേഷൻ എററുകൾ പലതും ആക്ച്വലി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഒരു റോങ് ക്വസ്റ്റ്യന് എന്താണ് ഫോർഗോട്ടൺ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് ട്രിക്സുകൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളോ സാധനങ്ങളോ വരുമ്പോൾ ആ ഒരു എറർ ബുക്ക് എടുത്തിട്ട് റിവൈസും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടതാണ് വീക്ക്ലി റിവിഷൻ. അതായത് നമ്മളിപ്പോൾ ടാസ്കുകൾ ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഫിസിക്സിൽ ഞാൻ ഇത്ര പാഠം പഠിച്ചിട്ട് അപ്പോൾ അത്രയും പാഠങ്ങളുടെ ഒരു എക്സാം എഴുതി നോക്കാം. പിന്നെ ഫിസിക്സിൽ കെമിസ്ട്രിയിൽ ഞാൻ ഇത്രയും പാഠം പഠിച്ചിട്ടുണ്ട്, ദെൻ മാത്സിൽ അത്രയും പാഠം പഠിച്ചിട്ടുണ്ട്. സോ ആ പാഠങ്ങളുടെ ഒരു എക്സാം രീതിക്ക് എന്തായാലും എഴുതണം. കാരണം പഠിച്ച് തീർന്നിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. കാരണം നമുക്ക് സിലബസ് അറിയാം, അത്യാവശ്യം നല്ല സിലബസ് ഉണ്ട്. സോ നമുക്കൊരിക്കലും പഠിച്ച് തീർന്ന എക്സാം എഴുതൽ നടക്കില്ല. സോ നമ്മൾ എക്സാം പഠിക്കുന്നിടത്തോളം മാക്സിമം പഠിക്കുക, അതിനുശേഷം എക്സാം എഴുതിയിട്ട് ബാക്കിയും പഠിക്കുക എന്നുള്ള മോഡിൽ പോയാൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സില്ലി മിസ്റ്റേക്കുകളും കൺസെപ്ഷ്യൽ എററുകളും ടൈം മാനേജ്മെൻറ്റ് കാരണം തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ക്വസ്റ്റ്യനുകളാണെങ്കിൽ അത് നിങ്ങൾ എക്സാമിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതും കൂടെ ആലോചിച്ച് നോക്കുക ഓരോ ക്വസ്റ്റ്യനുകളും. പിന്നെ അതായത് നിങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ആ പഠിക്കുന്നത് മുഴുവൻ മാക്സിമം റിവിഷനും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ നോക്കണം. അതായത് റീഡ് വൺസ്, റിവൈസ് ട്വൈസ് ആൻഡ് പ്രാക്ടീസ് ട്വൈസ് എന്നുള്ളതാണ് ആക്ച്വലി ജെയിലേക്കുള്ള സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട്, അതായത് നിങ്ങൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിക്കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.